പാലക്കാട് ദേവി വിദ്യാനികേതൻ സ്കൂളിന് മുന്നിലെ സ്ഫോടനത്തിൽ 3 പേർ പോലീസിന്റെ പിടിയിൽ. ഫാസിൽ, നൌഷാദ, സുരേഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. സുരേഷിന്റെ കല്ലക്കോട്ടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഇതിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നുള്ളത്. സുരേഷ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സുരേഷ് കോറിയിൽ പാറ പൊട്ടിക്കാൻ പോകുന്ന ആളാണ്. അതുപോലെ തന്നെ കിണർ കുഴിക്കാനെല്ലാം പോകുന്ന ആളാണ്. അപ്പോൾ പാറ പൊട്ടിക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനമാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. വളരെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു നീക്കവുമായിട്ട് ഈ അന്വേഷണം മുന്നോട്ട് പോരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? പാലക്കാട് ദേവി വിദ്യാനികേതൻ സ്കൂളിൽ കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് സ്ഫോടനമുണ്ടായത്. സ്കൂളിന് മുന്നിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. അതായത് ഒരു കുട്ടി കളിക്കുന്നതിനിടെ ഒരു പന്നിപ്പടക്കം എടുത്ത് എറിയുകയും തുടർന്ന് അത് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. ആ കുട്ടിയും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന സ്ഥിതിയായിരുന്നു. അന്ന് തന്നെ BJPയും മറ്റ് സംഘപരിവാർ സംഘടനകളും ഒക്കെ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ 3 പേരാണ് പാലക്കാട് നോർത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ആ 3 പേരുകൾ ഫാസിൽ, നൌഷാദ്, സുരേഷ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഇതിൽ സുരേഷിൻ്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയുണ്ടായി. സുരേഷിൻ്റെ കല്ലേക്കാട് പൊടിപ്പാറയിലുള്ള വീട്ടിലാണ് ഇന്ന് രാവിലെ പോലീസ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററും അനധികൃതമായി നിർമ്മിച്ച 12 സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഫാസിൽ അതുപോലെ തന്നെ നൌഷാദ് എന്നിവരുടെ പേരിൽ തൃശ്ശൂരിലെ പഴയന്നൂരിലും കേസുള്ളതായിട്ടാണ് പോലീസ് പറയുന്നത്. ഇതിൽ എന്താണ് ഇവർ ഏതെങ്കിലും തരത്തിൽ പന്നിയെ വേട്ടയാടുന്ന ആളുകളാണോ, അതല്ലെങ്കിൽ ഈ സുരേഷ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കിണർ കുഴിക്കാനും മറ്റുമൊക്കെ പോകുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. പാറ പൊട്ടിക്കുന്നതിന് കോറിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നുള്ളതിൽ കൂടുതൽ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഈ സ്കൂള് അത് RSS നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്ഫോടനത്തെ വലിയ രീതിയിൽ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഒപ്പം ഒരു വിഭാഗം മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ BJPയുടെയും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെയും തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഈ 3 പേർ പിടിയിലായിരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഈ ഫാസിൽ, നൌഷാദ്, സുരേഷ് എന്നീ 3 പ്രതികൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഇന്ന് രാവിലെ പോലും ഈ ഫാസിൽ, നൌഷാദ്, സുരേഷ് എന്നിവർ പിടിയിലായപ്പോൾ ഈ സുരേഷിനെ BJP പ്രവർത്തകനാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നു എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഈ 2 പേരുകൾ, അതായത് ഫാസിൽ, നൌഷാദ് എന്ന പേരുകൾക്ക് പകരം ഉണ്ണികൃഷ്ണൻ, ശശീന്ദ്രൻ എന്നീ BJP പ്രവർത്തകരുടെ പേര് കൂടി ഉൾപ്പെടുത്തി അവരാണ് പിടിയിലായിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഒരു ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ, ശശീന്ദ്രൻ എന്നുള്ളവർ BJP പ്രവർത്തകർ തന്നെയായിരുന്നു. പക്ഷേ അവർ ഈ സുരേഷ് എന്ന വ്യക്തിയുടെ വീട്ടിൽ പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അവിടെ നിന്നും ഈ ഇലക്ട്രിക് ഡിറ്റനേറ്ററും മറ്റുമൊക്കെ കണ്ടെത്തിയപ്പോൾ അത് തങ്ങൾ കണ്ടു, ഈ പോലീസ് കണ്ടെത്തിയത് തങ്ങൾ കണ്ടു എന്നുള്ള തരത്തിൽ പോലീസിന് മുന്നിൽ സാക്ഷികളായിട്ട് ഒപ്പിട്ട് കൊടുത്ത ആളുകളായിരുന്നു. അതായത് ഈ കേസിൽ പോലീസിനെ സഹായിക്കാൻ വേണ്ടി സാക്ഷികളായി ഒപ്പിട്ട BJP പ്രവർത്തകരായിരുന്നു ഈ ശശീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ എന്നീ വ്യക്തികൾ. പക്ഷേ അവരുടെ പേരുകൾ പോലും ഒരു ചില മാധ്യമങ്ങൾ അവരാണ് കസ്റ്റഡിയിൽ, അവരൊക്കെ BJP പ്രവർത്തകരാണ് എന്നൊക്കെ തരത്തിൽ തെറ്റായ രീതിയിൽ ഈ സംഭവത്തെ വളച്ചൊടിച്ചുകൊണ്ട് BJPയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് BJP പ്രധാനമായിട്ടും ഉന്നയിച്ചത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C. കൃഷ്ണകുമാറെ മാധ്യമങ്ങൾ ഇങ്ങനെ തെറ്റായ വാർത്ത കൊടുക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല ഈ കോൺഗ്രസും CPMഉം ഇത്തരത്തിൽ തെറ്റായ വാദങ്ങൾ എപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കാതെ പോലീസ് ഈ വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആവശ്യമാണ് BJP ഉന്നയിക്കുന്നത്. ഏതായാലും 3 പേരാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. ഫാസിൽ, നൌഷാദ് അതുപോലെ തന്നെ സുരേഷ് എന്നിവരാണ്. ഇനി ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ബോധപൂർവം ഈ സ്കൂളിന് മുന്നിൽ സ്ഫോടനം ഉണ്ടാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഗണേശോത്സവം ഉൾപ്പെടെ നടക്കാനിരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു സ്ഫോടനം അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ ഗണേശോത്സവത്തിനെ ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ ഇനി പുറത്തു വരേണ്ടതായിട്ട് ഉള്ളത്. ശരി, അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.